നമസ്കാരം. ഇന്ന് നമുക്ക് കോന്നി എലിഫന്റ് ക്യാമ്പിലോട്ട് പോകാം. അവിടെ പോയി കൊച്ചയ്യപ്പനെ, അതായത് ആനയാട്ടോ, അതൊക്കെ ഒന്ന് കണ്ടിട്ട് അവൻ പോയേക്കാം. നമുക്കിനി ഇവിടുന്ന് ഒരു 5 കിലോമീറ്റർ ഉണ്ട് അല്ലേ? 5 കിലോമീറ്റർ ഉണ്ട് കോന്നി ക്യാമ്പ് വരെ 5 കിലോമീറ്റർ ഉണ്ട്. അങ്ങനെ ഞങ്ങൾ കോന്നി എലിഫന്റ് ക്യാമ്പിലെത്തി. ഞാനുണ്ട്, അമ്മയുണ്ട്, മോളുണ്ട്, അച്ഛനുണ്ട്. അച്ഛൻ മുന്നിലങ്ങ് പോയി. ഞങ്ങളങ്ങനെ ടിക്കറ്റ് എടുക്കാൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു പ്രത്യേക കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ GPay അല്ലെങ്കിൽ ഓൺലൈൻ പേയ്മെൻറ്റ്സ് മാത്രമേ ഇവിടെ ചെയ്യാൻ പറ്റത്തുള്ളൂ. നമുക്ക് ക്യാഷായിട്ട് നമുക്ക് പേയ്മെൻറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഞങ്ങൾ ടിക്കറ്റൊക്കെ എടുത്ത് അകത്തോട്ട് കയറാൻ വേണ്ടി നടന്നു അങ്ങോട്ട്. അവിടെ ഒരു ചെക്കുകളുണ്ട്. അവിടെ ചെക്ക് ചെയ്തിട്ടാണ് ഇത് അകത്തോട്ട് കയറി വന്ന്. ഇതാണ് ആനക്കൂട് എന്ന് പറയുന്നത്. ഇത് കമ്പൗണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. പണ്ടേ പഴയ കിണറാ അത് കേട്ടാ. ആ കിണറ് പഴയതാ. അതാണ് ഓർമ്മയുണ്ടോ കിണറ്? ഇതിനകത്തല്ലേ ആ മറ്റേ കൊച്ചയ്യപ്പൻ ഇതിൻ്റെ അകത്തുണ്ടോ? കൊച്ചയ്യപ്പനെ ആ അതിൻ്റെ ഒന്നും സബ്ബയാന്ന് തോന്നുന്നു. അതക്കൂടെ ഏതല്ലേ? അത് എത്ര പേരൊന്ന് കുത്തി തന്നാലും ആന ഒരെണ്ണമുണ്ടെന്ന് അല്ലേ? ഇതെല്ലാം കമ്പകമല്ലേ? എനിക്കൊന്നും ഇപ്പൊ കമ്പം കിട്ടാനില്ലെന്നല്ലേ? എന്ത് മെയിൻ്റെനൻസ് ചെയ്യാതെ എവിടെന്ന് കുറിച്ചുള്ള ചെറിയൊരു വിവരണമാണ്. പണ്ട് കാലത്തെ ഇവിടെ ആനകളെ പിടിച്ചുകൊണ്ട് വന്ന് പരിശീലിപ്പിക്കുകയും ആനകളെ പിടിക്കുന്നത് തന്നെ ഒരു നിയമവിധേയമായ കാര്യമായിരുന്നു. ഇപ്പം അത് നിരോധിച്ചിരിക്കുകയാണ്. അത് പരിശീലിപ്പിച്ച് നാട്ടാവശ്യങ്ങൾ ഉപയോഗിക്കുമായിരുന്നു. അതിൽ പരിശീലിപ്പിക്കുന്നതിന് താപ്പാനാണെന്ന് പറയും, ഇപ്പം കുങ്കിയാനെന്ന് പറയും. അപ്പം ഈ താപ്പാനുള്ള സോമൻ ഞാൻ കണ്ടിട്ടുള്ള ഒരു താപ്പാനയാണ്. അത് പ്രായക്കര പാപ്പാൻ എന്നൊക്കെ പറയുന്നത്. വണ്ടി ഇവിടെ ചെല്ലാൻ എന്റെ ചിത്രരചന ഓർക്കുന്നില്ലേ? മലയാള മനോരമയുടെ അല്ലേ? അല്ല, പക്ഷെ ഇതിനൊന്നും മറ്റേ നെക്കിലേ ഇതിന്റെ പട്ട കയറിടത്തില്ലല്ലോ.
ഇതൊന്നും ഇട്ടിട്ടില്ല. നമ്മളെ പിന്നെ വക്ക വക്ക ആ വക്ക അല്ലല്ലോ, വക്കയല്ല എന്ത് പച്ചയാ. ആ അതാണ് ഉണ്ടോ അവിടെ ഉണ്ടോ? ഇപ്പൊ ഇടത്തില്ലല്ലേ? അല്ല ഓ അതെ കുളിപ്പിക്കാനും ഒക്കെ അയച്ചുകൊണ്ട് പോയില്ല. നേരെ അവർ മേളിൽ കയറും. നേരെ കച്ചക്കാരത്തേല് അവർക്ക് നിയന്ത്രണം. ഓക്കെ മേളിൽ വേണം അല്ലേ? ഇടത്തോട്ടും മരത്തോട്ടും ചെയ്യാനേ കാലയിലില്ലേ. നമ്മളെ കണ്ടിട്ട് ഇറിറ്റേറ്റ് ആയിട്ടായിരിക്കും ഈ ഗവൺമെന്റ് ആടുന്നത്. ഓ അതിന്റെ അങ്ങനെയല്ല ആട്. കൃഷ്ണനെ കാണാം, കൃഷ്ണനെ കാണാം. ഇതാണ് ഇവിടുത്തെ സുന്ദരനും സുമുഖനുമായ ശ്രീ കൃഷ്ണൻ. 12 വയസ്സ്. കുഴപ്പമില്ല, ചെറിയ കുറുമ്പൊക്കെ ഉണ്ട്. മടല് കറക്റ്റ് തലയുടെ മേലെ കൂടെ, അല്ലെങ്കിൽ അല്ല അത് ശരിയാക്കി തരാതെ. എന്താ എന്താടാ ഈ വാടി നിനക്ക് തരാമെന്നാ പറഞ്ഞത്. 2 അടി. ഇതാണ് ഇവിടുത്തെ ഏറ്റവും ഇളയ അതിഥി, കൊച്ചയ്യപ്പൻ. അദ്ദേഹം എനിക്ക് 2 വർഷം മുമ്പാണ് കിട്ടിയാണ്. മൂഴിക്കൽ റേഞ്ചിലാണ്. അവിടെ നിന്നാണ് കിട്ടിയത്. ഇപ്പം ഇച്ചിരി ആരോഗ്യമൊക്കെ വെച്ചാൽ വൃത്തിയായിട്ട് നടക്കുന്നുണ്ട്. എനിക്കത് രാവിലെ ഇതിന് നടത്തിക്കാൻ കൊണ്ടുപോകുന്നു കേട്ടോ. നടത്തണം ഇതിന്. പിന്നെ ചെറിയ തലമുടിയൊക്കെ ഉണ്ട് തലയിൽ. ഇതാണ് കൊച്ചയ്യപ്പൻ. ആയിരുന്നു കൊമ്പുഴായിരുന്നു. 4 വയസ്സായിട്ടുള്ളൂ. അത് എഴുതി വെച്ചിട്ടുണ്ട് എൻ്റെ. ഇനി നമ്മൾ ആർട്ട് ഗാലറി ഉണ്ടാവും. ആർട്ട് ഗാലറിയിൽ കുറച്ച് സാധനങ്ങൾ കാണാനും എടുക്കാനും ഒക്കെ ഉണ്ട്. മറ്റേ ഈ എന്താ പറയുക, നെറ്റിപ്പട്ടം, വെഞ്ചാമ്പർ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. പിന്നെന്താ, കുറച്ച് സാധനം കാണാം. ജസ്റ്റ് ഒന്ന് ചുറ്റി ഇറങ്ങി കാണാം. ഉണ്ടല്ലേ, വെഞ്ചാമ്പർ, നെറ്റിപ്പട്ടം. വിദേശികൾ, അതായത് ഫോറിൻ ടൂറിസ്റ്റുകൾക്കൊക്കെ വളരെ നല്ലതായിരിക്കും കാണാനൊക്കെ. ഭയങ്കര ഇൻട്രസ്റ്റ് ആയി. ഇതാണ് മഴമരം. അത് വന്നു കഴിയുമ്പോൾ, മഴമരം കഴിയുമ്പോൾ ഒരു കൂടാറുണ്ട്. നമുക്ക് ചൂട് സമയം ഒന്ന് ചുമ്മാ ഇരിക്കാം. അതല്ലേ, എൻ്റെ അകത്ത് നമുക്ക് ചുമ്മാ ഇരിക്കാം. നല്ല തണുപ്പായിരിക്കും. പിന്നെ ഇനി പോകുന്ന മറ്റേ 3D തിയേറ്ററിലാണ് കേട്ടോ. 3D തിയേറ്റർ പിള്ളേർക്ക് നല്ല രസമായിരിക്കും കാണാൻ. പേയ്മെൻറ്റ് ചെയ്യണം, അഡീഷണൽ പേയ്മെൻറ്റ് ചെയ്യണം. കണ്ടില്ലേ, എല്ലാവരും അകത്ത് കയറി പോകുന്നു. അത് നമ്മൾ തിയേറ്ററിൻ്റെ സെറ്റപ്പ് തന്നെയാണ്. അകത്ത് നല്ല സിറ്റിംഗ് ഒക്കെ നല്ലതാണ്. കണ്ടേ, ഒരു കരുണാനിധിയും ജയലളിത ഇരിക്കുന്ന കണ്ടില്ലേ. ഇരിപ്പാണ് ഇത്. ഈ ഗ്ലാസ് ഭയങ്കര കോസ്റ്റ്ലി കേട്ടോ. അതവർ ചേച്ചി ആദ്യം വന്ന് പറഞ്ഞു, ഇത് കേടാക്കരുത്. അതിനൊരു സ്വിച്ചൊക്കെ ഉണ്ട്, ഓണാക്കിയിട്ട് വേണം അത് കാണാൻ. എങ്കിലും മാത്രമേ 3Dയിൽ നമുക്ക് കാണാൻ പറ്റത്തുള്ളൂ. ഇത് പഴയ ഒരു, അവിടെ നേരത്തെ കിടന്നു തോന്നുന്നു, ഒരു റോഡ്രോളോ ആരുടെയാണ്, PWD ആണോ, എനിക്കതൊരു PWD ഓഫീസ് ഉണ്ടെന്ന് തോന്നുന്നു, അതിൻ്റെ ആയിരിക്കും.
ഇനിയാണ് നമ്മുടെ പാർക്ക് വേണം. അവൾക്കാണ് അമ്മയൊക്കെയാണെങ്കിൽ പാർക്കിൽ പോകണമെന്ന് പറഞ്ഞ് ഭയങ്കര പറഞ്ഞു. നേരത്തെ മാത്രം അവിടെ പാർക്കിലൊക്കെ പോയി അവിടെ എൻജോയ് ചെയ്യുന്നു. അത് കറക്കാൻ കൊച്ചത്തിനുണ്ട്. ഞാനാണ് അങ്ങനെ കാര്യമായിട്ട് തന്നെ ഇരുന്ന് കറക്കിക്കോളാൻ പറയും. അങ്ങനെ കറക്കി കൊടുക്കുകയും അവരുടെ കൂടെ ആ താളത്തിന് തുള്ളിക്കോളും. അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. അവർക്കും ആ ഒരു കാര്യമാണ്. അതാണ്ടല്ലേ എനിക്ക് തോന്നുന്നു ആ റൈഡ് മൊത്തം കൊണ്ടുണ്ട്. സീസൺ ഉണ്ടല്ലോ സീസൺ. കൊച്ചച്ഛന് ഇപ്പോൾ ഇരിക്കാൻ പറ്റത്തുണ്ടല്ലോ. പിന്നെ കൊച്ചച്ഛൻ അത് എഴുതിയതന്നെ. കൊച്ചച്ഛൻ ഇരുന്ന് അതെല്ലാം ഒടിഞ്ഞു പോയെങ്കിൽ എന്ത് ചെയ്യും? അങ്ങനെ ഈ റൈഡ് കഴിഞ്ഞതിന് ശേഷമാണ് കൊച്ചച്ഛൻ പോയി അവിടെ എല്ലാം കളിക്കുന്നുണ്ട്. അപ്പം ഞാൻ പക്ഷെ അറിയാതെ ഒരു ഫോട്ടോയിലൊക്കെ ഇങ്ങനെ തോടിയിരുന്നു. നല്ല രസമുണ്ട്. ഫോട്ടോകൾ കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് ഒരു 6:30 കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു 6:30 അടയ്ക്കും, അതെല്ലാവരും ഇറങ്ങണമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ പതിയെ അവിടെ നിന്ന് തിരിച്ച് പോരാൻ ഇങ്ങോട്ട് ഇറങ്ങുന്നപ്പോൾ കൗണ്ടറിൻ്റെ ഭാഗത്ത് ആരും ഇല്ല. അവിടെ ഈ സാന്ത്വനത്തിൻ്റെ മെഡിക്കൽ ചെക്കപ്പിൻ്റെ എന്തോ ഇതുണ്ട്, ഒരു കൗണ്ടറുണ്ട്. അതും ആരുമില്ല, എല്ലാവരും പോയി. 6:30 ആയപ്പോഴത്തെ എല്ലാവരും പോയി. കൗണ്ടറെല്ലാം അടവാണ്. പിന്നെ പ്രത്യേകം ഒരു ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഒരു തിങ്കളാഴ്ച തുറക്കത്തില്ല. ക്യാഷ് പേയ്മെൻറ്റ്. ക്യാഷ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവിടെ കയറാൻ പറ്റത്തില്ല. GPay ഉള്ള കാർഡ് കൊണ്ടുവരണം. 100% അങ്ങനെ മാത്രമേ കയറാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ അത് തിരിച്ചിറങ്ങിയപ്പോഴാണ് ഇത് കണ്ടത്, മറ്റേ റാമ്പ്, ഈ ആനയുടെ പുറത്ത് കയറാനേ. ഈ ആനസവാരി ഉണ്ടായിരുന്നു ഇവിടെ നേരത്തെ. ആനസവാരി ഉണ്ടായിരുന്നു. പിന്നെ എന്തോ കാരണത്താൽ നിർത്തിയതാണ്. സെക്യൂരിറ്റി ഇഷ്യൂസ് വല്ലതും ആയിരിക്കും നിർത്താൻ കാര്യം. അതിന് വേണ്ടി പണിഞ്ഞാണിത്. അപ്പോൾ ആന അവിടെ നിർത്തിയിട്ട് അതിനെ മണ്ടയ്ക്കോട്ട് കയറ്റി ഇരുത്തും. എന്നിട്ട് ഈ കോമ്പൗണ്ട് മൊത്തം അത് ഒന്ന് ചുറ്റിച്ചിട്ട് വരും. അത് കഴിഞ്ഞ് ഇങ്ങോട്ട് വന്നപ്പോൾ അച്ഛൻ നേരത്തെ വന്ന് അവിടെ സ്ഥാനം പിടിച്ചിട്ടുണ്ട്. അച്ഛൻ്റെ സ്ഥാനം അവിടെ അച്ഛൻ പിടിച്ചിട്ടുണ്ട്. ഓക്കെ എന്ന് പറഞ്ഞ് അവിടെ നിൽക്കാനേ പറ്റത്തുള്ളൂ. കാരണം വെച്ചാൽ വണ്ടി ലോക്ക് ചെയ്തേക്കുക. അപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾ വന്ന് പിന്നെ ഞങ്ങളെല്ലാവരും കയറിയിരുന്ന് കഴിഞ്ഞപ്പോൾ ആരോ പറഞ്ഞ് ചായ കുടിക്കണമെന്ന്. ചായ ഈ ചായ കിട്ടുന്നൊരു കടയിൽ കയറണമെന്ന് പറഞ്ഞാൽ അങ്ങനെ ഈ കപ്പും സോസറുമുള്ള ചായ കിട്ടുന്ന കടയിൽ, അതുപോലെ ഗ്ലാസും സോസറുള്ള ചായ കിട്ടുന്ന കടയിൽ കയറി ചായ കുടിച്ചു. നല്ല രസമുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു പോകുന്ന ടൗണിൽ കൂടെ പോകുന്നുണ്ട്. ടൗണിലൊന്നും എടുത്തില്ല കേട്ടോ. അതെടുക്കാൻ മഴയായിരുന്നു. പുറത്തോട്ട് വെക്കാൻ പാടായതുകൊണ്ട് വെച്ചില്ല. മഴ ചേർന്നുകൊണ്ട് വെച്ചില്ല. ഇനി നമ്മൾ ഈ അടുത്ത് ചെല്ലുന്ന, അതായത് ഈ അടുത്ത സൈഡിൽ തന്നെ, ഈ കോമ്പൗണ്ടിൻ്റെ ബോർഡറിൽ തന്നെയാണ് നമ്മുടെ കുന്നി താലൂക്ക് ആശുപത്രി വരുന്നത്. ഇത് രണ്ടും അടുത്തടുത്താണ് ഇരിക്കുന്നത്. പിന്നെ എങ്കിൽ പിന്നെ അടുത്ത വീഡിയോ കാണാം.